എറണാകുളം ജില്ലയിലെ കുറുപ്പമ്പടിക്കടുത്തുള്ള ഐമുറി എന്ന സ്ഥലത്താണ് പെട്ടമല സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടപ്പെട്ട 40ഓളം പാറമടകളുടെ ഒരു ശൃംഖലയാണ് പെട്ടമല. പഴയ ക്വാറികളുടെ വിചിത്ര ആകൃതിയിലുള്ള അവശേഷിപ്പുകളും പാറക്കുളങ്ങൾ ഒന്നിച്ചുണ്ടായ തടാകങ്ങളും 100-ലധികം ഏക്കറുകളിൽ പരന്നുകിടക്കുന്ന ഇതിന്റെ വിസ്തൃതിയും ധാരാളം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. വലിയൊരു പാറമതിലിന്റെ നടുക്കായി പാറക്കഷ്ണങ്ങൾ അടർന്നു വീണുണ്ടായ ഹൃദയാകൃതിയിലുള്ള വിടവാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. അകത്തേക്കുള്ള വഴിയാണിത്. 40ഓളം ക്വാറികളിലായി ആയിരക്കണക്കിന് ആളുകൾ പണിയെടുത്തിരുന്ന ഈ സ്ഥലം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്വാറികളിലൊന്നായിരുന്നു. വളരെ ഗുണമേന്മയുള്ള കല്ലുകളായിരുന്നു ഈ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത്. പാറമടയിലെ നിരന്തരമായ സ്ഫോടനങ്ങളും പലവിധ അപകടങ്ങളും കൊണ്ട് കുപ്രസിദ്ധമായ സ്ഥലമായിരുന്നു ഇത്. പിന്നീട് നെടുമ്പാശ്ശേരിയിലേക്കുള്ള വിമാനപാത ഇതിനു മുകളിലൂടെയായി വന്നതിനാൽ സ്ഫോടനങ്ങൾ നിരോധിച്ചതോടുകൂടി പാറമടകൾക്ക് പൂട്ടുവീഴുകയാണ് ഉണ്ടായത്. പാറക്കുളങ്ങൾ വലിയ ജലസംഭരണികളാവുകയും സന്ദർശകർ വർദ്ധിക്കുകയും അപകടങ്ങൾ പതിവാവുകയും ചെയ്തു. ഏകാന്തമായ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും ഒക്കെ താവളമായും മാറി. 200 അടി വരെ ഉയരത്തിലുള്ള പാറമതിലിന്റെ മുകളിലൂടെ ബൈക്ക് ഓടിക്കുന്നത് ചെറുപ്പക്കാരുടെ ഹരമായി തീർന്നു. അപകട മരണങ്ങൾ പതിവായതോടെ മുടക്കുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാറമടയിലേക്കുള്ള എല്ലാ വഴികളിലും ഗേറ്റുകൾ സ്ഥാപിച്ചു. ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മറ്റേതോ ഒരു ഗ്രഹത്തിൽ ചെന്നുപെട്ട പ്രതീതിയാണ് തോന്നുന്നത്. വിചിത്ര ആകൃതിയിലുള്ള കൂറ്റൻ പാറക്കെട്ടുകളും അവയിലെ പാറ അടർന്നുണ്ടായ വിടവുകളും താഴെയായി ഭീതിപ്പെടുത്തുന്ന ആഴം തോന്നിക്കുന്ന തടാകങ്ങളും ഇതിനിടയിലൂടെ നടന്നു പോകുവാൻ മാത്രം വീതിയുള്ള പാറ വരമ്പുകളും. ഇതിന് താഴെയുള്ള കുളത്തിന് 200 അടി വരെ ആഴമുണ്ടെന്നാണ് കരുതുന്നത്. ഈ വെള്ളത്തിനടിയിൽ ഒരുതരം പായൽ കെട്ടുപിണഞ്ഞു വളരുന്നതിനാൽ ഇതിൽ വീണുപോയാൽ രക്ഷപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. പാറക്കെട്ടുകളുടെ ഒക്കെ ഉയരം നോക്കുക, അതിൽ കൂടുതൽ ആഴമുണ്ടാവും താഴെയുള്ള കുളങ്ങൾക്ക്. പാറമടയിലെ സ്ഫോടനത്തിലും ലോറി മറിഞ്ഞും ടൂറിസ്റ്റുകൾ അപകടത്തിൽപ്പെട്ടും ആത്മഹത്യ ചെയ്തുമൊക്കെയായി ധാരാളം ആളുകൾ ഈ സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അപകടങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ കാഴ്ചയ്ക്ക് അവിസ്മരണീയമായ സ്ഥലമാണ് പെട്ടമല. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിലും ശ്രമിച്ചാൽ നല്ലൊരു അഡ്വഞ്ചർ ടൂറിസത്തിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. നല്ലൊരു സിനിമാ ലൊക്കേഷനാണിത്. പ്രീ വെഡ്ഡിംഗ് ഷൂട്ടും ആൽബം ഷൂട്ടിങ്ങും ഒക്കെ ഇവിടെ ധാരാളം നടക്കാറുണ്ട്. കോടനാട്ടുള്ള കപ്രിക്കാട് അഭയാരണ്യം, പാണിയേലിപ്പോര്, കല്ലിൽ ഗുഹാക്ഷേത്രം, ഇരിങ്ങോൾക്കാവ് എന്നിവയോട് വളരെ അടുത്തായതിനാൽ വൻ വികസന സാധ്യതയുള്ള ഒരു ടൂറിസം സംരംഭമാണിത്. 40ഓളം പാറമടകളിലെ വിശാലമായ ജലപ്പരപ്പിലൂടെയുള്ള ബോട്ടിംഗ്, 100 അടിയോളം ഉയരത്തിൽ റോപ്പ് വേ, മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആലോചനകളൊക്കെ നടത്തിയിരുന്നു. പെട്ടമല പ്രദേശത്തിന്റെ വിചിത്രമായ രൂപഭാവങ്ങളും ഇവിടെ ഒരുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ കണക്കിലെടുത്താൽ വൻ തുക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണിത്. ഇതിന് ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കുകാരുടെ പങ്കാളിത്തം തേടുന്നതിലും തെറ്റില്ല. നമുക്ക് 5 പൈസ പോലും കിട്ടിയില്ലെങ്കിലും സാരമില്ല, നമ്മളെ വെച്ച് മറ്റൊരു ബിസിനസ്സുകാരൻ 1 രൂപ പോലും ഉണ്ടാക്കരുതെന്നുള്ള നമ്മുടെ മലയാളികളുടെ ഒരുതരം കുശുമ്പ് സ്വഭാവം ഒന്ന് മാറ്റിയാൽ മതി ഇത്തരം പല സംരംഭങ്ങളും കേരളത്തിൽ വിജയിപ്പിക്കാൻ. നമ്മൾ ആ ഹൃദയ രൂപത്തിലുള്ള പാറയുടെ അടുത്തേക്കാണ് പോകുന്നത്.
വെള്ളത്തിൽ നോക്കിയാൽ കൃത്യമായ രൂപം മനസ്സിലാകും. പാറ പൊട്ടിച്ചു മാറ്റുന്നതിന് മുമ്പ് ഇവിടം എങ്ങനെയായിരുന്നുവെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അവശേഷിപ്പുകൾ പാറ മതിലുകൾക്ക് മുകളിൽ ഇപ്പോഴും കാണാനുണ്ട്. പണ്ട് ഭൂനിരപ്പ് ആ മുകളിൽ കാണുന്നതായിരുന്നു. അതിനുമപ്പുറം വേറെ പാറമടയാണ്. ഇരുവശത്തു നിന്നും പാറ പൊട്ടിച്ചു വന്ന് മിച്ചം വന്ന പാറ മതിലുകളാണ് ഈ കാണുന്നത്. അതിനു മുകളിലൂടെ ഇപ്പോഴും വഴിയുണ്ട്. വലിയ പാറക്കെട്ടുകൾ തന്നെ അടർന്നു വീണ് കിടക്കുന്നു. ഇതിനരികിലൂടെ നടക്കുന്നത് സുരക്ഷിതമല്ല. ഇതെല്ലാം പാറ അടർന്നുണ്ടായ പൊത്തുകളാണ്. ധാരാളം ശീമക്കൊന്നകൾ ഇവിടെ പൂത്തു നിൽക്കുന്നുണ്ട്. നായ്ക്കുരണയും ഇവിടെ ധാരാളം കായ്ച്ചു നിൽക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വന്ന് പെറുക്കിയെടുത്തോളുക. വളരെ വീതി കുറഞ്ഞ വരമ്പ് വഴികളാണ്. സൂക്ഷിച്ച് നടക്കണം. നമ്മൾ നിൽക്കുന്നത് ഭൂമിയിൽ തന്നെയാണോ എന്ന് ഇടയ്ക്ക് സംശയം തോന്നും. അടുത്ത പാറക്കുളത്തിലേക്കുള്ള വഴിയാണ്. അതിലെ ഒന്ന് നടന്നു നോക്കാം. ഈ പുല്ലുകൾക്കപ്പുറത്ത് പാതാളക്കുഴിയാണെന്ന് ഓർമ്മ വേണം. മര്യാദയ്ക്ക് ഇതിലെ നടന്ന് കണ്ടിട്ട് പോയാൽ വലിയ കുഴപ്പമില്ല. നമ്മൾ ഇതിലെ നടക്കുമ്പോൾ തന്നെ ഒരു പയ്യൻ ആ പാറമലയുടെ മുകളിലേക്ക് അള്ളിപ്പിടിച്ച് കയറിപ്പോകുന്നത് കണ്ടു. കൊച്ചു കുട്ടികളുമായൊക്കെ ഇവിടം കാണാൻ വരാതിരിക്കുന്നതാണ് ഉത്തമം. എന്നാൽ ഇവിടം കാണാൻ വളരെ രസകരമാണ്. യാതൊരു കാരണവശാലും വെള്ളത്തിലിറങ്ങുവാനോ കുളിക്കുവാനോ സന്ദർശകർ ശ്രമിക്കരുത്. വരുന്നവർ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞു മാത്രം ഇതിലെയൊക്കെ നടക്കുക. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ചാനൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കും.